നമസ്കാരം. നാമസങ്കീർത്തനം, ഭജന, ഇന്ന് ഒരുപാട് പേർ അതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. വളരെ 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 നല്ല കാര്യമാണ്. കലൗ തത് ഹരികീർത്തനാത് എന്ന് പറയുന്നു. കലിയിൽ ഹരിനാമകീർത്തനം, കലിയുഗത്തിൽ ഹരിനാമകീർത്തനം. കാരണം കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളാണ്. പണ്ട് മുതൽക്കേ തന്നെ സംഗീതമുണ്ടായിരുന്നു. കൂട്ടായിട്ട് നാമജപം ജപിച്ചു വന്നു. അതിനുശേഷം ഭജനകൾ കൂട്ടായിട്ട് ഒരുമിച്ച് ഭജനകൾ പാടി പോന്നിരുന്നു. ഹരിനാമ കീർത്തനങ്ങൾ, അതുപോലെയുള്ള കുറേ വിഷയങ്ങൾ ഇവിടെ ഇന്ന് നമുക്ക് കാണുവാൻ ഇടയാകും. ഒരുപാട് പേർ ജെൻസി യങ്സ്റ്റേഴ്സ് എല്ലാം തന്നെ ഇതിലേക്ക് നീങ്ങുകയാണ്, പതുക്കെ പതുക്കെ നീങ്ങുകയാണ്. വളരെ 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 അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. ഇതെന്താണ്, മനസ്സിന് കുറച്ച് ആനന്ദം ലഭിക്കുന്നല്ലോ. ഒരുമിച്ചിരുന്ന് ഹരേ രാമ 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 ഹരേ ഹരേ, അതുപോലെയുള്ള കുറേ കീർത്തനങ്ങൾ, നാമമന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കുന്നു. മനസ്സിനൊരു സ്വസ്ഥതയുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നു തുടങ്ങി. കാരണം മൊബൈൽ കണ്ട് മടുത്ത കുറേ ആൾക്കാരുണ്ട്. മൊബൈൽ സ്ക്രീൻ ടൈം ഇങ്ങനെ ഇത്രയും കൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് എത്തി അതിനെ വേണ്ടാന്ന് ഉപേക്ഷിക്കുന്ന ആൾക്കാർ ഇന്ന് കൂടിക്കൂടി വരികയാണ്. വളരെ നല്ല കാര്യമാണ്. നാമമന്ത്രങ്ങൾ മുഴങ്ങട്ടെ, ഭജനകൾ എല്ലാ സ്ഥലത്തും നടക്കട്ടെ. ഇതിലേക്ക് ചിന്തിക്കാവുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിലേക്കൊക്കെ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ്. കാരണം ഇന്ന് പിയർ പ്രഷർ എന്നുള്ള ഒരു സംഭവമുണ്ട്. കൂട്ടുകാർ ആരെങ്കിലും ഇല്ലെങ്കിൽ ഭജനയ്ക്ക് പോയി കഴിഞ്ഞാൽ മോശമാണ് എന്നുള്ളൊരു അവരുടെ ഇടയ്ക്ക്, കുട്ടികളുടെ ഇടയ്ക്ക് ഒരു സംശയം, ഒരു സംസാരം, ഇല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടുക. സന്യാസിയാണോ സ്വാമിയാണോ, ഈ പഴഞ്ചൻ കാര്യങ്ങൾക്ക് ആരെങ്കിലും പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് കൂടെയുള്ളവർ വരുമ്പോൾ കുട്ടികളിൽ സ്വാഭാവികമായിട്ടും ആ ചിന്ത, കാരണം മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ആരുടെ കൂടെയാണോ നാം കൂട്ടുകൂടുന്നത് ആ വാസനകളെല്ലാം തന്നെ നമ്മളിലേക്ക് വരും. നമ്മളും അങ്ങോട്ട് വാസനകൾ കൈമാറും. അത് തന്നെയാണ്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ പിയർ പ്രഷർ കുട്ടികളിൽ ഒരുപാട് കൂടുതലാണ്. കാരണം സമൂഹത്തിൽ പല സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പലതരം ചിന്തകളുണ്ട്. നമ്മുടെ കുട്ടിക്ക് നൽകേണ്ട വാല്യൂസ് തീരുമാനിക്കുന്നത് പോലും ഒരുപക്ഷെ അവരുടെ കൂട്ടുകാരിലുള്ള ഈ ചോദ്യങ്ങളൊക്കെയാണ്. അവരിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, പല തരത്തിലുണ്ട്. പക്ഷേ നാം എല്ലാവരും ഒരുമിച്ച് എല്ലാ കുട്ടികളെയും ഈ ഭജന നടക്കുന്ന സ്ഥലത്ത്, നാമസങ്കീർത്തനം നടക്കുന്ന സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? കുട്ടികളെല്ലാം തന്നെ ഒരുമിച്ച് പോകുമ്പോൾ അവരിൽ ഈ സംശയമില്ല, നമുക്ക് ആ പാട്ട് കേൾക്കാമല്ലോ, ഒന്ന് എൻജോയ് ചെയ്യാമല്ലോ എന്ന രീതിക്കായിരിക്കും കുട്ടികൾ വരിക. വനമാലി വാസുദേവ എന്ന കീർത്തനം അതിസുന്ദരമാണ്. ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ കുട്ടികളെല്ലാം തന്നെ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ പാടി വരുന്നു. കുറേ കാലം കഴിയുമ്പോൾ പതുക്കെ ഒന്ന് നാമമന്ത്രത്തിലേക്ക് തിരിയും, ജപത്തിലേക്ക് തിരിയും, മനസ്സ് ഉള്ളിലേക്ക് വലിയും, ആത്മചിന്ത, ആത്മബോധം വളരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു തുടക്കം എവിടെയെങ്കിലും നാം തുടങ്ങിയേ പറ്റൂ. 1000 miles ജേർണി ബിഗിൻസ് വിത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം അങ്ങനെ മൈലുകളോളമുള്ള ഒരു യാത്രയ്ക്ക് ആദ്യത്തെ ചുവട് നാം എടുത്തു വെച്ചേ മതിയാകും. അങ്ങനെ ഈ നാമസങ്കീർത്തനത്തിലാവട്ടെ, കലിയുഗത്തിൽ മനുഷ്യർക്ക് പാപമോചനം, ഇല്ലെങ്കിൽ നല്ല ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നല്ല കർമ്മം ചെയ്യും. നല്ല കർമ്മം ചെയ്താൽ നല്ല കർമ്മഫലം. അപ്പോൾ എങ്ങനെയാണോ കർമ്മം ചെയ്യുന്നത് അത് തന്നെയാണ് പുണ്യേന പുണ്യം പാപേന പാപം. സത്കർമ്മം ചെയ്താൽ സത്കർമ്മഫലം, ദുഷ്കർമ്മം ചെയ്താൽ ദുഷ്കർമ്മഫലം. നാമജപം, സങ്കീർത്തനം ഇവ കേൾക്കുമ്പോൾ നാം അതിൽ ലയിച്ചിരിക്കുകയാണ്. ആ ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ, 2 മണിക്കൂർ ഒരിക്കലും ഒരു ദുഷ്കർമ്മം ചെയ്യുവാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആവട്ടെ നമ്മുടെ തുടക്കം. നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ ഭജനയും നാമസങ്കീർത്തനങ്ങളും എല്ലാം കേട്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി അതിൽ നിന്നുള്ള അർത്ഥം, സന്ദേശം എല്ലാം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നല്ല രീതിക്ക് വരട്ടെ എന്ന് അഭ്യർത്ഥനയാണ്. കാരണം ഇത് നടപ്പിലാക്കി എടുക്കണം, ഒരു ശീലമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമസ്കാരം.